ക്ലാസ് ആയി ദുൽഖർ. ഇത് നടിപ്പിൻ തിരയാട്ടം. കാന്ത റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ദുൽഖർ സൽമാൻ, സമുദ്രക്കനി, ഭാഗ്യശ്രീ, ബോർസ എന്നിവരുടെ വിസ്മയിപ്പിക്കുന്ന പകർന്നാട്ടങ്ങളും നവാഗത സംവിധായകൻ സെൽവമണി സെൽവരാജിന്റെ ക്രാഫ്റ്റും ഒത്തുചേർന്നപ്പോൾ സമീപകാലത്ത് തമിഴകത്തിന് ലഭിച്ച മികച്ച ക്ലാസ് സിനിമകളിൽ ഒന്നായി മാറുകയാണ് കാന്ത. രണ്ട് പുരുഷന്മാർക്കിടയിൽ ഉടലെടുക്കുന്ന അഹംഭാവങ്ങളുടെ മെയിൻ ഈഗോ സങ്കീർണതകളിലേക്കും അവർക്കിടയിൽപ്പെട്ട് വേദനിക്കേണ്ടി വരുന്ന പെൺകുട്ടിയുടെയും സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കൈയടക്കത്തോടെ അവതരിപ്പിക്കുന്ന ഇമോഷണൽ പീരിയഡ് ഡ്രാമയാണ് കാന്ത. 1950കളിലെ തമിഴ് സിനിമാ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ. തമിഴകത്തെ ആദ്യത്തെ സൂപ്പർ താരമായി വിശേഷിപ്പിക്കപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതകഥയാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഗായകനും നായകനായും നിറഞ്ഞു നിൽക്കുകയും പിന്നീട് ലക്ഷ്മികാന്തൻ എന്ന കുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകന്റെ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെടുകയും പിന്നീട് കോടതി വെറുതെ വിടുകയും ചെയ്ത വ്യക്തിയാണ് MK ത്യാഗരാജ ഭാഗവതർ. ജയിൽ മോചിതനായ അദ്ദേഹം വീണ്ടും സിനിമകളിൽ സജീവമായെങ്കിലും പിന്നീട് ഒരിക്കലും താരപദവിയിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. രോഗബാധിതനായി 49 വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. കാന്ത തീർച്ചയായും ത്യാഗരാജ ഭാഗവതരുടെ ജീവചരിത്ര ആഖ്യാനമല്ല. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെ തമിഴകത്ത് താരപദവിയിലേക്ക് ഉയർന്ന ഒട്ടേറെ അഭിനേതാക്കളുടെ കോടമ്പക്കത്തെ ജീവിതത്തിൽ നിന്ന് സിനിമ തീർച്ചയായും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുമുണ്ട്. നായക പ്രതിനായക സങ്കല്പത്തെക്കാൾ കേന്ദ്ര കഥാപാത്രങ്ങളായ രണ്ട് അഭിനേതാക്കൾ തമ്മിലുള്ള ദ്വന്ദ്വത്തിന് സിനിമയിൽ എന്നും സ്വീകാര്യത ലഭിക്കാറുണ്ട്. രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ നായക പ്രതിനായക വേഷങ്ങൾ മാറി മാറി ആടുകയും സ്കോർ ചെയ്യുകയും ചെയ്യുന്ന ആഖ്യാനങ്ങളിലെ ഉദ്വേഗം പ്രേക്ഷകരെ ആവേശത്തിലാക്കാറുണ്ട്. അയ്യപ്പനും കോശിയും വിക്രം വേദയും പോലെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കാന്തയുടെ പ്രധാന പ്ലോട്ടും ഇതുതന്നെ. തെരുക്കൂത്ത് കലാകാരനായി ഒരു നേരത്തെ അന്നത്തിനായി അലഞ്ഞ ബാലനെ DK മഹാദേവൻ എന്ന താരമായി വളർത്തുന്നത് തമിഴ് സിനിമാ ലോകം അയ്യോ എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്ന സംവിധായകൻ ചന്ദ്രനാണ്. മഹാദേവനെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച മകനെ പോലെയാണ് അയാൾ വളർത്തിയെടുക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മഹാദേവൻ നടൻ എന്ന നിലയിൽ പേരെടുക്കുന്നു. താൻ സൃഷ്ടിച്ച മഹാദേവൻ എന്ന നടൻ തന്നെ മറികടന്ന് ഉയരങ്ങൾ കീഴടക്കുമ്പോൾ സംവിധായകൻ ചന്ദ്രനുണ്ടാകുന്ന സങ്കീർണമായ നീരസത്തിൽ നിന്നാണ് ഇരുവരും തമ്മിലുള്ള ആത്മസംഘർഷങ്ങളുടെ തുടക്കം. മഹാദേവനായി ദുൽഖറും ചന്ദ്രനായി സമുദ്രക്കനിയും വേഷമിടുന്നു. മഹാദേവനെ നായകനാക്കി ചന്ദ്രൻ ഒരു ഹൊറർ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നു. സംവിധായകനും നായകനായും തമ്മിലുള്ള കലഹങ്ങളുടെ പേരിൽ മുടങ്ങിപ്പോയ ചലച്ചിത്രം പിന്നീട് നിർമ്മാണ കമ്പനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പുനരാരംഭിക്കാൻ സംവിധായകൻ നിർബന്ധിതനാകുന്നു. സംവിധായകന് മുകളിൽ സൂപ്പർ താരത്തിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് സിനിമയെ തന്റെ നിയന്ത്രണത്തിലാക്കാൻ മഹാദേവനും ശ്രമിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് സംവിധായകൻ കണ്ടെടുത്ത കുമാരിയാണ് ചിത്രത്തിലെ നായിക. കുമാരിയിലൂടെ മഹാദേവനെ തന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സംവിധായകന് ശ്രമിക്കുന്നു. ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് സംവിധായകൻ സെൽവമണിയും തമിഴ് പ്രഭയും ചേർന്ന് എഴുതിയിരിക്കുന്ന കാന്തയുടെ തിരക്കഥ. ദുൽഖറിന്റെയും സമുദ്രക്കനിയുടെയും കഥാപാത്രങ്ങൾക്ക് ഗ്രേ ഷെയ്ഡിലുള്ള ഒന്നിലേറെ അടരുകളുണ്ട്. വീരപ്പനെ കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സിൽ സീരീസിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ സെൽവമണിയുടെ ഡയറക്ടർ ബ്രില്യൻസ് സിനിമയിലൂടെ ഉടനീളം ദർശിക്കാൻ കഴിയും. അതിഭാവുകത്വം നിറഞ്ഞ അതിനാടകീയമായി മാറിയേക്കാവുന്ന ഒരു പ്ലോട്ടിനെയും കാലഘട്ടത്തെയും റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തെക്കാൾ ദുൽഖർ സൽമാൻ എന്ന നടന് മെയ് മൊഴി വഴക്കങ്ങളുടെ ഇടം തമിഴകമാണ്. ദുൽഖറിന്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് സൂപ്പർ സ്റ്റാർ DK മഹാദേവന്റേത്. നായകനായും പ്രതിനായകനായും നിസ്സഹായനായും ദുൽഖർ അനായാസം വേഷപ്പകർച്ച നടത്തുന്നു. പ്രണയം, അഹന്ത, പ്രതികാരം, ഗുരുഭക്തി തുടങ്ങിയ വിഭിന്ന വികാര വിചാരങ്ങളെ ദുൽഖർ കൈയടക്കത്തോടുകൂടിയും വിശ്വസനീയമായും അവതരിപ്പിച്ചിരിക്കുന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന നിലയിൽ അതിനാടകീയതയും വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങളും ചേർന്നതായിരുന്നു ദുൽഖറിന്റെ കഥാപാത്രം. ഓരോ കഥാസന്ദർഭങ്ങളിലും കൃത്യമായി മീറ്ററിൽ നിന്ന് അഭിനയിക്കാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. കരുത്തനായ സംവിധായകൻ ചന്ദ്രന്റെ വേഷം സമുദ്രക്കനിയും മികവുറ്റതാക്കുന്നു. ദുൽഖറിനൊപ്പം തലപ്പൊക്കമുള്ള കഥാപാത്രമാണ് സമുദ്രക്കനിയുടേത്. തന്റെ തമിഴ് അരങ്ങേറ്റത്തിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ഭാഗ്യശ്രീ ബോർസയും പുറത്തെടുത്തിരിക്കുന്നത്. കുമാരി എന്ന നായികയായും നിഷ്കളങ്കനായ കാമുകിയായും ഭാഗ്യശ്രീ വിസ്മയിപ്പിക്കുന്നു. സംവിധായകൻ ചന്ദ്രനും സൂപ്പർ താരം മഹാദേവനും തമ്മിലുള്ള ആത്മസംഘർഷങ്ങളിലൂടെയാണ് ആദ്യ പകുതി പുരോഗമിക്കുന്നത്. സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന മോഡേൺ സ്റ്റുഡിയോസിൽ നടക്കുന്ന കൊലപാതകവും അതിനെ തുടർന്നുള്ള അന്വേഷണവുമാണ് രണ്ടാം പകുതിയിൽ. ഫിനിക്സ് എന്ന വിളിപ്പേരുള്ള ദേവരാജ് എന്ന പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിൽ രണ്ടാം പകുതിയിൽ രംഗപ്രവേശം ചെയ്യുന്ന റാണ ദഗുബട്ടിയും ശ്രദ്ധേയമായ പ്രകടനം പുറത്തെടുക്കുന്നു. ഇമോഷണൽ പീരിയഡ് ഡ്രാമയായി നിന്ന് ക്രൈം ത്രില്ലറിലേക്ക് ചിത്രം ട്രാക്ക് മാറ്റുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ലൈമാക്സിൽ വീണ്ടും സിനിമ പഴയ ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നു. അഹന്തയിൽ സ്വയം മതിമറന്നു പോകുന്ന ചന്ദ്രനും മഹാദേവനും തിരിച്ചറിവുണ്ടാകുന്നുണ്ടെങ്കിലും ഇതിന് ഇരുവരും വലിയ വില നൽകേണ്ടി വരുന്നു. മോഡേൺ സ്റ്റുഡിയോസിന്റെ സാരഥിയായി എത്തുന്ന രവീന്ദ്ര വിജയ്, സഹസംവിധായകനായി എത്തുന്ന നിഴൽകൾ രവി, മഹാദേവന്റെ ഭാര്യയുടെ വേഷത്തിൽ എത്തുന്ന ഗായത്രി ശങ്കർ എന്നിവരും മികച്ച അഭിനയം പുറത്തെടുക്കുന്നു. കളറിലും ബ്ലാക്ക് വൈറ്റിലും കഥ പറയുന്ന കാന്ത വ്യത്യസ്ത കളർ സ്കൂപ്പുകളിലൂടെ കഥാപാത്രങ്ങളുടെ കയറ്റിറങ്ങുകളെയും മനോഹരമായി പകർത്തുന്നു. KG ജോർജിന്റെ ക്ലാസുകളിൽ ഒന്നായ യവനികയെ അനുസ്മരിപ്പിക്കുന്നുണ്ട് കാന്തയുടെ മേക്കിംഗ്. കാക്ക കാക്ക ഗജനി, ഫോർ ദ പീപ്പിൾ, ശിവാജി, വേട്ടയാട് വിളയാട് പോലെ സ്റ്റൈലിഷ് സിനിമകളുടെ എഡിറ്റർ ആയ ആന്റണിയുടെ തികച്ചും വ്യത്യസ്തമായ ചിത്ര സംയോജനത്തിനും കാന്ത സാക്ഷിയാകുന്നു. ജാണ്ടു ചാട്ടറിന്റെ ഗാനങ്ങൾ സിനിമയ്ക്ക് വിന്റേജ് ഫീൽ നൽകുന്നു. പശ്ചാത്തല സംഗീതത്തിൽ ഒരിക്കൽ കൂടി കയ്യൊപ്പ് ചാർത്തി ജെയ്ക്സ് ബിജോയി 2025 ജൈത്രയാത്ര തുടരുന്നു.